സൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. രോഗമുള്ളയിടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് ഇപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലുകയോ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധനയെന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, കൃപാസനത്തിലെ ഏറ്റവും വലിയൊരു സമയമാണിത്. ഉടമ്പടി ആരാധന ഓൺലൈനിൽ കൂടിയപ്പോൾ മാരകമായ രോഗം സൗഖ്യപ്പെട്ട സാക്ഷ്യം ഈ ആഴ്ച കിടക്കുന്നുണ്ട് യൂട്യൂബിൽ. ഈ സമയം അമ്മ മാതാവ് നമുക്ക് ജീവനോടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ദയവായിട്ട് രോഗമുള്ള ഏതെല്ലാം ഇടത്ത്, കിഡ്നി ട്രബിൾ പുറകിലും, ഉദര രോഗികൾ മുന്നിലും, മക്കളില്ലാത്ത അടിവയറ്റിലും, ശ്വാസകോശ രോഗികൾ നെഞ്ചിലും, പ്ലീഹ അസുഖമുള്ളവർ നെഞ്ചിൻ്റെ താഴെയും, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിലും, മെനിഞ്ചിറ്റിസ് ഉള്ളവർ വന്നവർ നെറ്റിയിലും, ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസിലും, എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് വിഷമതകളുള്ളത് അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. രോഗികളെയും സ്പർശിക്കണമേ, എല്ലാ വേദനകളെയും ഏറ്റെടുക്കണമേ. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാധ്യമായവനെ ഈശോയെ, നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്ന കർത്താവെ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടനെ കേളി നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവെ മഹോരോഗസ്യപ്പെടുത്തിയവനെ, കർത്താവെ തർവാരോഗസ്യപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, ഈശോ ഈശോ നിന്റെ വിശുദ്ധമായ ത്രിപുരമാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം കർത്താവെ അവർക്ക് രോഗങ്ങളുണ്ടോ അവിടെ എല്ലാം കർത്താവെ, കിഡ്നി രോഗികളെ കർത്താവെ സ്പർശിക്കണമേ, കർത്താവെ മാരക രോഗികളെ സ്പർശിക്കണമേ, ഈശോയെ ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ. അനുപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ റിബുകളിൽ പ്രശ്നമുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ, തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ, കർത്താവ് ENT ആയിട്ടുള്ള ട്രബിളുള്ളവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്പോണ്ടിലോസ് ഉള്ളവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ, കർത്താവ് ഹൃദയ രോഗികളെ, കർത്താവ് വാൽവിന് കർത്താവ് കേടുള്ളവരെ, വാൽവിൽ ബ്ലോക്ക് ഉള്ളവരെ സ്പർശിക്കണമേ, തലച്ചോറ് ബ്ലോക്കായിരുന്നു സ്പർശിക്കണമേ, കിടപ്പ് രോഗികളെ കർത്താവെ സ്പർശിക്കണമേ. എല്ലാ തരത്തിലും കർത്താവെ അനങ്കം പാടില്ലാതെ ICUവിലും കർത്താവ് വീട്ടിൽ കിടപ്പായിട്ട് കിടന്ന് കഴിയുന്നവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണം കർത്താവെ, വാത രോഗികളെ സ്പർശിക്കണം കർത്താവെ, പിസ്റ്റുല രോഗികളെ സ്പർശിക്കണം കർത്താവെ, PCOD രോഗികളെ സ്പർശിക്കണം കർത്താവെ, അറിയാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവർ കർത്താവെ, ശരീരം വേർക്കുന്നവർ, കൈവെള്ളം വേർക്കുന്നവർ കർത്താവെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ കർത്താവെ, മൂക്ക് ഒലിപ്പുള്ളവർ കർത്താവ്, മൂക്കിൽ ദശ വളരുന്ന കർത്താവെ, മൂക്കിന് വഴ കർത്താവ് പാലം കർത്താവ് ബ്ലോക്കാകുന്ന കർത്താവ്, വളഞ്ഞിരിക്കുന്ന കർത്താവെ, ജന്മന ട്രബിളുള്ളവർ കർത്താവെ, ഓട്ടിസം രോഗികൾ കർത്താവെ, യേശു അപസ്മാര രോഗികൾ കർത്താവെ, യേശുവേ യേശുവേ ജീവിക്കുന്ന ദൈവമേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മാരക രോഗികള്, തീരവേദികള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. വിസർപ്പ രോഗികള് സൗഖ്യമാകട്ടെ, സോറിയാസിസ് രോഗികള് സൗഖ്യമാകട്ടെ, രോഗികള് യേശുവിന്റെ നാമത്തിൽ, കരൾ രോഗികള് യേശുവിന്റെ നാമത്തിൽ, ചെവി രോഗികള്, കണ്ണമുട്ടകൾ വേദന ഉള്ളവര് യേശുവിന്റെ നാമത്തിൽ, നട്ടല് രോഗികള്, നടുവേദന, കശേരുകൾക്ക് വീക്കമുള്ളവര്, വേദന ഉള്ളവര്, അസ്ഥികൾ ദഹിക്കുന്നവര്, ദഹിക്കുന്നവര് യേശു നാമത്തില് സൗഖ്യമാകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ, പരീക്ഷ എഴുതുന്ന മക്കള്, കൃപാസനത്തിൽ ഒരു 5 ദിവസം ഞങ്ങൾ തുറന്നപ്പോൾ തന്നെ സാമ്പത്തികമായ ബാധ്യതകളാലെ ആത്മഹത്യയുടെ വക്കെത്തിയ ആൾക്കാർ ഒത്തിരി പേരെ കണ്ടു. അവരെല്ലാം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അമ്മ ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. ഇപ്പം കടബാധ്യതയുള്ളവർ ഞങ്ങൾ വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവർ, സ്ഥലവും വീടും ഇല്ലാത്തവർ, ജോലിയില്ലാത്തവർ,
ജീവിത മാർഗം മുട്ടിപ്പോയവര്, മക്കൾ അന്യൻ്റെ പിറകെ പോയവര്, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവര്, ഭാര്യയും ഭർത്താവും പിണങ്ങി കഴിയുന്നവര്, ഡൈവേഴ്സിന് അടുത്ത് വരുന്നവര്, അതിൻ്റെ കേസ് നടത്തുന്നവര്, കേസ് കൊടുക്കാൻ പോകുന്നവര്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവര്, പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവര്, വരാൻ കഴിയാതെ അവിടെ കുടുങ്ങിപ്പോയവര്, ജോലി നഷ്ടപ്പെട്ടവര്, കർത്താവ് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, കർത്താവ് പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഒറ്റയ്ക്ക് പാട്ടത്തിന് ഒക്കെ താമസിക്കുന്നവര്, കർത്താവ് എല്ലാ മേഖലകളിലും ഉള്ള മക്കളെ, എല്ലാ തകർച്ചയുടെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, അവരെല്ലാം അവരുടെ വേദനകൾ പൂർണ്ണമായി ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരും എല്ലാ കർത്താവെ അവരുടെ എല്ലാ വസ്തുക്കളും ഈ ആരാധന പങ്കെടുക്കുന്നവരെ അവിടെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറാൻ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി എന്താണ് ചെയ്യണത്? എങ്ങനെയാണ് ശാശ്വതമായ സ്ഥലത്തും ദീർഘകാലങ്ങളിലും നന്മയിൽ നിങ്ങളെ നിലനിർത്തുന്നത്? എങ്ങനെയാണ് ഉടമ്പടി എന്താണ് ചെയ്യണത്? അഥവാ അവൻ പറയണത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ നിങ്ങളെ എന്താണ് ചെയ്യണത്? എന്താണ് ചെയ്യണത്? കർത്താവുമായിട്ട് നിങ്ങളെ ഐക്യപ്പെടുത്തുകയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 15:4. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ എന്ന് പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പോഴ് കർത്താവാകുന്ന മുന്തിരിച്ചെടിയോട് അവൻ പറയണത് പോലെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവിടുത്തെ ചട്ടങ്ങളും അവിടുത്തെ നിയമങ്ങളും പാലിച്ച് ജീവിതകാലം മുഴുവൻ ശാശ്വതമായ നന്മ പുറപ്പെടുവിക്കാൻ വേണ്ടി അമ്മ നമ്മളെ ഉടമ്പടി വഴി യേശുവിനോടാണ് ഐക്യപ്പെടുത്തുന്നത്. ഇതെങ്ങനെ ഐക്യപ്പെടുത്തണതെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. നമ്മൾ യോഹന്നാൻ്റെ 14:15 വായിക്കുമ്പോഴേ, യോഹന്നാൻ 14:15 ഏറ്റു പറഞ്ഞ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് വിഷയം. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ അവിടുത്തെ കൽപ്പന പാലിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കേട്ട നിയമാവർത്തനത്തിൻ്റെ 4:40 എന്താണ്? നിങ്ങൾക്ക് ദീർഘകാലം നന്മയുണ്ടാകാൻ അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണം. ഈ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. ഇപ്പോൾ ഉടമ്പടിയും ദൈവസ്നേഹവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഉടമ്പടി ഒരു താത്വികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയില്ല. ഉടമ്പടി ദൈവസ്നേഹം ഇല്ലാത്തവർക്ക് ഉടമ്പടി ഭരിക്കത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് അതിനെ കൂലിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് മത്സരം പിടിക്കണില്ലേ? പല ആൾക്കാർക്കും ദൈവസ്നേഹമില്ല. ഉടമ്പടി അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി ദൈവത്തോട് ദൈവസ്നേഹമില്ല ചെയ്യാൻ പറ്റത്തില്ല. ദൈവസ്നേഹമില്ല. ആദ്യം നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? കാരണം ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരു വരവാണ്. സ്നേഹം ഒരു വരവല്ലേ? വരമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴ് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നു, ഇല്ലേ? ഉടമ്പടിയിൽ നമ്മൾ 1 മണിക്കൂർ വചനം വായിക്കുന്നു, ഇല്ലേ? അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂർ വചനം വായിക്കാൻ, അതുകൊണ്ട് വായിക്കുന്നു. കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ട് രോഗികളെ പോയി കാണാൻ, ആ ഉടമ്പടി പ്രകാരം രോഗികളെ പോയി കാണുന്നു. ഇങ്ങനെ കണ്ടാലും അതിൽ ദൈവസ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വൃഥാവായി പോകും. അതിനകത്ത് എല്ലാ കണ്ടൻറ്റിലും ദൈവസ്നേഹം വേണം, ഇല്ലെങ്കിൽ വൃഥാവായി പോകും. കാര്യം എല്ലാ വിഷയങ്ങൾ കൊണ്ട് അതാണ് യോഹൻ ഈ നമ്മൾ 2 കൊറിന്ത്യൻസില്ലേ, 2 കൊറിന്ത്യൻസിൽ 13:3 ശ്രുതിക്കട്ടെ മക്കളെ. യേശുവേ സ്വസ്തം, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിമിഷങ്ങളിൽ ഓരോ നിമിഷ
Praise the Lord. അപ്പം ഇത് വൃഥാവാണെന്നുള്ളത്, നമ്മൾ എന്ത് നിയമങ്ങൾ പാലിച്ചാലും എന്ത് ഉപവിപ്രവർത്തനങ്ങൾ ചെയ്താലും അതിൻ്റെ കണ്ടൻറ് എന്താണ്? ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് 1 Corinthians 13:1-2 മുതൽ, അതായത് 13:1 വരെ ഉണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. വിശ്വാസം നമുക്കുണ്ടാകാം. ആർക്കാ വിശ്വാസമില്ലാത്തത്? വിശ്വാസമില്ലാതെ ഉടമ്പടി ചെയ്യുക. പക്ഷേ ഉടമ്പടി വിശ്വാസം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി ദൈവസ്നേഹം കൊണ്ടേ വർക്ക് ചെയ്യത്തുള്ളൂ. വിശ്വാസം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള എന്താണ്? പ്രൈമറി ഗ്രേസാണ്. ഇത് ആക്ടിവേറ്റിംഗ് ഗ്രേസ് എന്ന് പറയുന്നത്, ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണത് ദൈവസ്നേഹമാണ്. എൻ്റെ മക്കൾ വേറൊരു മാർഗവും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഉടമ്പടി എടുത്ത് എല്ലാവരും തന്നെ ദൈവസ്നേഹം നിറയാൻ വേണ്ടി, അഥവാ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർത്താവിനോട് പച്ചക്ക് പറയണം. കർത്താവ്, ഞാൻ ഈ രോഗിയെ കാണുന്നു, അതുകൊണ്ടാണ് ബന്ധവും സ്വന്തവും ഒന്നും ഇതിൻ്റെ അകത്ത് കയറ്റി വിടരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം, നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല, ലയബിലിറ്റി ഇല്ല, നമുക്ക് കടപ്പാട് അങ്ങനെ ആ രീതിയിലല്ല ഇത് പോണത്. സ്നേഹം എല്ലാവരോടും കടപ്പാടാണ്, എല്ലാവരോടും കടപ്പാട്. ഉടമ്പടി പ്രപഞ്ചത്തോടും പരിസ്ഥിതിയോടും മൃഗങ്ങളോടും മരങ്ങളോടും എല്ലാം ദൈവസ്നേഹം നമ്മളെ നിറച്ചുകൊണ്ടുള്ള ഒരു ദൈവത്തോടുള്ള ഐക്യപ്പെടുത്തലാണ്. എല്ലാത്തിനോടും ഐക്യപ്പെടും. ദൈവത്തെ നമ്മൾ മുന്തിരിച്ചെടിയായിട്ട് കണ്ടാൽ, ദൈവത്തെ നാളെ ഒരു പട്ടിക്കുഞ്ഞായിട്ട് മുന്തിരിച്ചെടിയായിട്ട് കണ്ട പോലെ തന്നെ വേറെ ഒരു ജൈവ മേഖലയിലെ പ്രതീകമായിട്ട് കാണും. നമ്മളതിനെ ഉപദ്രവിക്കാതെയും സ്നേഹിച്ചും ലാളിച്ചും പരിസ്ഥിതിയെയും പ്രകൃതിയെയും വളർത്തുമ്പോൾ നമ്മൾ ഈ ദൈവസ്നേഹമായിരിക്കണം വളർത്തുന്നത്, അല്ല ബുദ്ധിയല്ല. മരം വെച്ച് കഴിഞ്ഞാൽ, ഒരു പച്ചക്കുട ഭൂമിക്ക് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാർബൺ കുറയും, ഓക്സിജൻ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാർബൺ കുറക്കാൻ പറ്റും. അത് വെച്ച് താപം കുറക്കാം. അതുപോലെ തന്നെ മഞ്ഞുരുക്കം കുറക്കാം, കടൽക്ഷോഭം കുറക്കാം എന്നൊക്കെ കുറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് നമുക്ക് ശാസ്ത്രീയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം അങ്ങനെ പറയുന്നത് കൊണ്ടല്ല, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഭൗമതാപം കുറയ്ക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഈ ദൈവസ്നേഹത്തോടെയാണ് കൊണ്ടാണ് നമ്മൾ സ്നേഹമില്ലാതെ ഇത് ചെയ്താൽ, പരിസ്ഥിതി പ്രവർത്തനം ചെയ്താലും ശരി, പട്ടിയെ വളർത്തിയാലും ശരി, എല്ലാം വൃഥാവാണ്. നീ എന്ത് ചെയ്യണത്? അത് നിനക്ക് ദീർഘകാലം നന്മ വേണോ? നീ അത് നന്മ ചെയ്യുന്നു, അത് നിനക്ക് ശാശ്വതമായി വേണോ? നിനക്ക് ദൈവസ്നേഹം വേണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവത്തിനെ, കർത്താവേ, ഞാൻ എന്ത് ചെയ്താലും ദൈവസ്നേഹത്തോടെ ചെയ്യാൻ, ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടി പ്രവർത്തനങ്ങള് ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ
ഉണ്ടായിരിക്കട്ടെ. ഉടമ്പടി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. ഉടമ്പടി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. ഈ സ്നേഹത്താലാണ് നമ്മൾ പറഞ്ഞതുപോലെ യോഹന്നാൻ 15:4 അനുസരിച്ച് കൊണ്ട് നമ്മളാകുന്ന ശാഖയെ തായ്തടിയാകുന്ന മുന്തിരിച്ചെടിയോട് ഒട്ടിപ്പിക്കുന്നത് ഉടമ്പടിയാണ്. ഇനി ഉടമ്പടി ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ ക്ഷണിക്കണം എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള ക്ഷണമാണെന്ന്. അത് ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14:23 വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. യോഹന്നാൻ 14:23 എന്താ പറയണേ? യേശു പ്രതിവചിച്ചു. ഏറ്റു പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതാണ് പ്രശ്നം. അതാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. കനായിലെ കല്യാണ വേദിയിൽ യോഹന്നാൻ 2:5 അമ്മ എന്നാ പറഞ്ഞത്? അവൻ പറയണ പോലെ ചെയ്യാൻ. പക്ഷെ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ താത്വികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞു. പക്ഷേ അവൻ പറയണ പോലെ നീ എന്ത് ചെയ്താലും, പത്രം സുവിശേഷം പ്രചരിക്കാൻ വേണ്ടി കൃപാസനം പത്രം വാങ്ങിച്ച് കൊടുത്താലും, നിനക്ക് തന്നെ കുടുംബത്തിൽ പോയി അല്ലെങ്കിൽ അയൽവാസികളിൽ പോയി ഒരു രോഗിയെ കുളിപ്പിച്ചാലും, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്താലും, എന്ത് ചെയ്താലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് ഉടമ്പടിയിൽ അങ്ങനെ ഉണ്ട്. അവൻ പറയണ പോലെ ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യണമെന്നല്ല പറയണത്. ഈ യോഹന്നാൻ 2:5 അനുസരിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ യോഹന്നാൻ 14:23 വർക്കൗട്ട് ചെയ്യണം. എന്താണത്? യോഹന്നാൻ 14:23 യേശു പ്രതിവചിച്ചു. ഏറ്റു പറഞ്ഞേ, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതാണ് സംഭവം. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കേ പറ്റത്തുള്ളത്. അല്ലാതെ ഉടമ്പടി എടുത്തെന്നും പറഞ്ഞ സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവൻ പറയണ പോലെ ചെയ്ത് ഈ ശാശ്വത നന്മയിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവസ്നേഹം കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ത് ചെയ്തു എന്നല്ല, അത് ഞാൻ ദൈവസ്നേഹത്തോടെ ചെയ്തോ എന്നാണ് പ്രശ്നം. വിശ്വാസം ഉണ്ടായിട്ട് വലിയ കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? കാര്യം എന്താണ്? നിങ്ങൾക്ക് മലകളെ മാറ്റാൻ, ഇപ്പോൾ 1 കൊരിന്ത്യർ 13:1 അല്ലെങ്കിൽ 2 മലകളെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതാ സംഭവം. അവിടെ വിശ്വാസമല്ല എല്ലാം. എന്ന് മാത്രം പറ്റിക്കുന്ന പരസ്യമാണ്. വിശ്വാസമല്ലേ എല്ലാം ഒന്നും അല്ല, ദൈവസ്നേഹമാണ്. അതാണ് ഈശോ 14:23 പറയണത്. യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്ന, ഏറ്റു പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. അതാണ് ഡൈനാമിസം. ഉടമ്പടി സംഭവിക്കണത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം വർക്കൗട്ട് ചെയ്ത് വരണത്. അതാണ്, അതായത് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്നേഹത്തോടെ വചനം പാലിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഉടമ്പടി ഡൈനാമിസം. പിതാവാണത്. ലാസ്റ്റ് ഫേസിൽ വരണ പിതാവാണ്. നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് ഉടമ്പടി പാലിക്കണമെങ്കിൽ, അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. അപ്പോഴേ അതായത് സ്തുതിയുടെ മക്കളെ യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, ആരാധന 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 അടുത്ത് വന്ന് എന്ന വാക്കിനകത്ത് ഉണ്ടല്ലേ? യോഹന്നാൻ 14:13 അടുത്ത് വന്ന് ഉടമ്പടിയിൽ സംഭവിക്കുന്ന കാര്യം അടുത്ത് വരികയാണ്. ഇപ്പം നമ്മുടെ സഞ്ചാരി മാതാവെന്ന് പറയത്തില്ലേ? ഉടമ്പടി പാലിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഓഫീസുകളിലും വീടുകളിലും നിർണമായ നിമിഷത്തിൽ
സിൽവർ ഈ കൃപാസനത്തിന് ദിവ്യ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തനി സാന്നിധ്യം ഒത്തിരി പേരെ കണ്ടിട്ട് ഇവിടെ സഞ്ചാരി മാതാവെന്ന് തന്നെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ് സാക്ഷ്യം പറയുകയും അടുത്ത് വരികയും ഉടമ്പടിയിലൂടെ സംഭവിക്കണത് അടുത്ത് വരികയിലാണ്. അപ്പോൾ നമ്മളത് പുറപ്പാടിൻ്റെ 33:14 കോട്ട് ചെയ്താണ്. അതായത് ചട്ടം പാലിക്കുന്നവൻ്റെ കൂടെ, എന്നെ സ്നേഹിച്ചതിൻ്റെ ചട്ടം പാലിക്കുന്നതിൻ്റെ കൂടെ, ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ അവൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 33:14. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 14:23 എന്താ സംഭവിക്കണത്? യേശു പതിവച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ചക്കാലക്ക പിതാവ് ഉടമ്പടി പുസ്തകത്തിന് ചെയ്യുമ്പോൾ, അതായത് ദൈവ കേന്ദ്രീകൃതമാണെന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഉടമ്പടി ദൈവ പിതാവിനെ കേന്ദ്രീകരിച്ചാണെന്ന്. അപ്പം ഞാൻ എപ്പോഴും ഇരുന്ന് ചിന്തിക്കും, പിതാവ് ഇങ്ങനെ എഴുതിയല്ല, പരിശുദ്ധാത്മാവ് പറയാതെ അങ്ങനെ പറയുമോ? എനിക്കാണെങ്കിൽ തലയിൽ കയറണില്ല. എങ്ങനെയാണ് പിതാവുമായിട്ട് ഇത് കേന്ദ്രീകരിക്കണത്? ക്രിസ്തു കേന്ദ്രീകരിക്കമാണെന്ന് എനിക്കറിയാമായിരുന്നു ഉടമ്പടി വെളിപ്പെടുത്തുന്ന കാലത്ത്. പക്ഷേ ഇത് തിയോളജിക്കൽ കമ്മീഷൻ്റെ KCBC തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ചക്കാലക്ക പിതാവ്, അദ്ദേഹം ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഇത് എഴുതുന്നത്. ഉടമ്പടി പിതാവിനെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന്, ദൈവ കേന്ദ്രീകൃതമാണെന്ന്. അതാണ് ഈ സംഭവം. അതാണ് ഈ 14:23 എന്താ പറയണത്? യേശു പതിവേശിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയാണ് നമ്മൾ കുമ്പസാരിക്കുക ചെയ്യണത്. എന്താണ്? കർത്താവ് വരികയല്ലേ, അപ്പോൾ വിശുദ്ധിയോടെ നമ്മൾ അവൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കണ്ടേ, അത് നിലനിൽക്കണ്ടേ, ശാശ്വതമാകണ്ടേ, ദീർഘകാലമാകണ്ടേ. അതിനു വേണ്ടിയാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ പിതാവ് ആനാപറമ്പിൽ തിരുമേനി ഇവിടെ കോവിഡ് കുമ്പസാരക്കൂടെ ആശീർവദിച്ചു. എന്താണ്? ആരെ കുമ്പസാരിക്കാൻ? ഉടമ്പടി എടുത്തവരെ കുമ്പസാരിക്കാൻ ആവശ്യപ്പെട്ടാലും കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് കൊണ്ട് അതിൻ്റെ മൗത്ത് പീസ്, കൺഫെഷനേറ്റിൻ്റെ മൗത്ത് പീസ് ആവശ്യമുള്ള അത്ര നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ 3 പീസായിട്ടാണ് കൺഫെഷനേറ്റ് ചെയ്തിരിക്കുന്നത് കൃപാസനത്തിലെ. അതാണ് കഴിഞ്ഞ ദിവസം അഭിനന്ദ പിതാവ് ആശീർവദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണം, തയ്യാറായിരിക്കണം. അപ്പം നിങ്ങളുടെ ഇടവക പള്ളികളിൽ പോയി ചോദിച്ചാൽ തീർച്ചയായിട്ടും അച്ഛന്മാർ അങ്ങോട്ട് ചോദിച്ചാൽ കുമ്പസാരിപ്പിക്കും. ഉടമ്പടി വലിയ വിശേഷങ്ങളൊന്നും അവരോട് പറയേണ്ട കാര്യം അവർക്ക് അറിയത്തില്ല, അവർ ചേച്ചി തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് കുമ്പസാരിക്കാം. കാര്യം നമ്മൾ എല്ലാം കർത്താവിൻ്റെ വചനം പോലെ അതാത് കാലങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് KCBC തിയോളജിക്കൽ കമ്മീഷൻ സെക്രട്ടറിയും വന്നിട്ടാണ് ഇവിടെ വന്ന് പറയണത്. അതായത് അവൻ പറയണ പോലെ ചെയ്യുവിൻ എന്ന് പറയുന്നതിന്, അത് ചെയ്തുകൊള്ളാമെന്ന് നമ്മൾ പറയുന്ന പ്രത്യുത്തരത്തിന് കൃപാസനത്തെ പറയുന്ന പേരാണ് മരിയൻ ഉടമ്പടി. അതായത് പറഞ്ഞതാണ് KCBC തിയോളജിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഇവിടെ വന്ന് പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ സ്റ്റാൻലി അച്ഛൻ, മാതിരപ്പള്ളി അച്ഛൻ പറഞ്ഞതാണ്. അപ്പോൾ സഭയെ സംബന്ധിച്ചതിന് ഔദ്യോഗികമായിട്ട് മാതാവ് എല്ലാവർക്കും വ്യക്തമായ ഉൾക്കാഴ്ച കൊടുത്തിട്ടുണ്ട്, വ്യക്തമായ ഉൾക്കാഴ്ച. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ ദൈവത്തിൽ നിലനിർത്തുന്നതും ദൈവം നമ്മുടെ അടുത്തേക്ക് വരുന്നതും പിതാവ് പുത്രൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മളുമായിട്ട് ഐക്യപ്പെടുന്നതും ഇങ്ങനെ ഐക്യത്തിൻ്റെ ഒരു വലിയ ദൈവിക സ്വർഗീയ പദ്ധതിയിലൂടെയാണ് നമ്മൾ ഉടമ്പടിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ നിലനിൽക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പകരുന്ന സ്നേഹവും ദാനമല്ലേ
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ 14:23 യോഹന്നാൻ സുവിശേഷത്തിൽ കണ്ടില്ലേ? അതായത് എൻ്റെ കൽപ്പന എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. 15 യോഹന്നാൻ 15:4. എൻ്റെ കൽപ്പന പാലിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരും. ഉടമ്പടി പാലിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരും. ഈ അടുത്തേക്ക് വരുമെന്നുള്ളത് എന്താണത്? അത് വരമാണ്. ഇപ്പം എല്ലാം ദാനമല്ലെന്ന് അവർ പാടിയില്ലേ? അതിനോട് കേട്ടിട്ട് അതിനോട് ഞാൻ പറയണേ, അതായത് നമ്മളുടെ അടുത്തേക്ക് ഉടമ്പടി ദൈവത്തെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. പക്ഷെ അടുത്തേക്ക് വരണം എന്താ? ഇപ്പം 14:23 അനുസരിച്ച് കൊണ്ട് എൻ്റെ കൽപ്പന പാലിക്കുന്നതിൻ്റെ അടുത്തേക്ക് ഞാൻ വരും. പക്ഷേ അടുത്തേക്ക് വരണം എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരണത്? അതൊരു വരമാണ്. എന്ത് വരാം? ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 6:65 വായിക്കത്തില്ലേ? 6:65 എല്ലാം കിടക്കണത്. അതായത് അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോഴ് ഇത് ബൈലാറ്ററൽ ആയിട്ടുള്ള ഉടമ്പടിയല്ലേ, ഉഭയകക്ഷിയല്ലേ. നമ്മൾ ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്നു, ദൈവം നമ്മളിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. പക്ഷേ യോഹന്നാൻ ഈ പ്രോസസ്സിനെ വിളിക്കണത് എന്താണ്? ഉടമ്പടി എന്നല്ല വിളിക്കണത്, വരമെന്നാണ് വിളിക്കണത്. ഉടമ്പടി ഒരു വരമാണ്. യോഹന്നാൻ ഈ പ്രോസസ്സിനെ എന്തെന്നാണ് വിളിക്കണത്? ഒരു വരമെന്നാണ് വിളിക്കണത്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതിനും ബൈലാറ്ററാണ് അല്ലേ, ഉഭയകക്ഷിയാണ്. നമ്മളും ദൈവവും തമ്മിലുള്ള ഉടമ്പടി പരിശുദ്ധ അമ്മ വഴി ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ബൈലാറ്ററാണ്. ദൈവത്തോട് നമ്മൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ദൈവം നമ്മളോടും ചെയ്യുകയാണ്. എന്താ കാര്യം? വാഗ്ദാനമുണ്ട്. എൻ്റെ ചട്ടങ്ങളെ പാലിച്ചാൽ ഞാൻ ശാശ്വതമായി ഈ ഭൂമിയിൽ നന്മയോടെ ജീവിക്കാൻ, ദീർഘകാലം ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുമെന്ന് നിയമാവർത്തനം 4:40 പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം പ്രാപിക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവമാണ് ഒരു കക്ഷി, നമ്മൾ വേറെ ഒരു കക്ഷി. ഇതിൻ്റെ വരിയൻ ഉടമ്പടിയുടെ വക്താവ് ആരാണ്? മേരിയാണ്, മറിയമാണ്. അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരണതും മധ്യസ്ഥ അമ്മയാണ്, മാതൃക അമ്മയാണ്, വാഗ്ദാന പേടകം അമ്മയാണ്. അപ്പോൾ ഈ അമ്മയുടെ മധ്യസ്ഥതയിലാണ് മരിയൻ ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ നടക്കുമ്പോഴേ ഒരു കക്ഷി നമ്മളും ഒരു കക്ഷി ദൈവവും. ദൈവം ഉടമ്പടി വഴി നമ്മളിലേക്ക് അടുക്കുന്നു, നമ്മൾ അവിടുത്തെ വാക്ക് പാലിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് അടുക്കുന്നു. ഇതിന് ഉടമ്പടി എന്ന് പറയുന്നതിന് പകരം അതിനേക്കാൾ രൂക്ഷമായി യോഹന്നാൻ പറയണത് ഇറ്റ്സ് എ ഗ്രേസ്, ഇതൊരു വരമാണെന്ന്. കാര്യം അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15:6-65 പറയണത്. എന്നാ പറയണത്? അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. അടുത്തിലേക്ക് വരുന്ന കാര്യം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാര്യം എന്താണ്? അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും? അടുത്ത് വന്നാൽ സംഭവിക്കുന്ന 15:4 ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പോൾ മുന്തിരിച്ചെടി ശാഖകളുടെ ഡെസ്റ്റിനേഷൻ എന്താ? ഒരു ശാഖയുടെ ഭാവി എന്താണ്? അതിൻ്റെ ദൗത്യം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതെന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? താഴ്ത്തഴയോട് ചേർക്കപ്പെടാൻ വേണ്ടിയാണ്. ഒരു ശാഖയുടെ ഡെസ്റ്റിനേഷൻ ഓഫ് എ ബ്രാഞ്ച് എന്താണത്? അത് മുന്തിരിച്ചെടിയെ ശാഖയോട് ചേർക്കപ്പെടുകയാണ്. ചേർക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ചേർക്കപ്പെടുന്നതിനാണ് വരവെന്ന് പറയണത്. അങ്ങനെയുള്ളവർ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. എന്ന് വെച്ചാൽ മുന്തിരിച്ചെടി ഐസയായിൽ കർത്താവ് വചനം കൊടുത്തപ്പോഴേ സുന്ദരമായൊരു വചനം കൊടുത്തായിരുന്നു. അതായത് ഒരു മുന്തിരി ഫലം കാണുമ്പോഴേ നിങ്ങളതിനെ നശിപ്പിക്കരുത്. എന്താ കാരണം? അതിലൊരു വരവുണ്ടെന്ന് ഐസയ നമ്മൾ 65:5 അതായത് അതിലൊരു വരമുണ്ട്. എന്താണ്? ഓരോ ഫലവും ഓരോ വരമാണ്. ഉടമ്പടി ഒരു വരമാണ്. ഉടമ്പടിയുടെ ഫലങ്ങളും വരങ്ങളുടെ കൊലയാണ്. ശരിക്കും ഉടമ്പടി ഒരു വരമാണ്. ഉടമ്പടിയുടെ ഫലങ്ങൾ അതൊരു മുന്തിരിക്കൊല പോലെ തന്നെ തായ്തടിയിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലമാണ്. അതാണ് മുന്തിരി ഐസയ 6:65 പറയണത്. ഒരു മുന്തിരി ചെടിയിൽ ഒരു മുന്തിരിങ്ങ കാണുമ്പോൾ നശിപ്പിക്കരുത്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. കാര്യം എന്താണ്? അതിലൊരു വരമുണ്ട്.
ദൈവത്തിൻ്റെ അടുത്ത് വരിക എന്നുള്ളത് തന്നെയാണ്. വരമില്ലാതെ വരാൻ പറ്റത്തില്ലെന്നാണ് യോഹന്നാൻ 6:65 പറയണത്. ആ ഫലത്തെയാണ് ഐസയ്യാ 65:5 ആ മുന്തിരിങ്ങ ഒരു വരമാണെന്ന് പറയണത്. ഉടമ്പടി ഒരു വരമാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും ദൈവികമായ വലിയ ശുശ്രൂഷയാണ് കൃപാസനത്തിൽ നിങ്ങൾ നടത്തിയിരിക്കുന്നത്. ഓൺലൈനായിട്ടും ഇപ്പോൾ തീർത്ഥാടന ഉടമ്പടിയായിട്ടും